ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7മായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ചില അപ്ഡേറ്റുകളും ഞെട്ടിക്കുന്ന ചില വിശേഷങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് ആദില നൂറയിലെ ആദിലയുടെ ചില അപരാധങ്ങൾ, അതായത് ഒരു സമ്പൂർണ്ണ അപരാധിയായി ആദില മാറിയിരിക്കുന്നു. ചില ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ബിഗ് ബോസിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. ലാലേട്ടൻ പൂമ്പാറ്റകളാണെന്ന് വിശേഷിപ്പിച്ച ആദില നൂറ തന്റെ വീട്ടിൽ കയറ്റുമെന്ന് പോലും പറഞ്ഞ ആദില നൂറയെ ഏറ്റവും ഒടുവിൽ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പഴയ ഒരു മത്സരാർത്ഥിയും രംഗത്തെത്തിയിരുന്നു. ശോഭ വിശ്വനാഥ് തന്റെ വീട്ടിലും ആദിലയും നൂറയും കയറ്റുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ പറഞ്ഞവരെ കൊണ്ടൊക്കെ തിരുത്തി പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ലാലേട്ടനോട് ജനങ്ങൾ പറയുന്നത് വീട്ടിൽ കയറ്റിയില്ലെങ്കിലും വേണ്ടില്ല, അടുത്ത ആഴ്ച ആദിലയെ ഏറിൽ കയറ്റണമെന്നാണ്. അതിന് മാത്രം അപരാധങ്ങളാണ് ആദില എന്ന് പറയുന്ന ഈ പെൺകുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആദിലയുടെ അപരാധങ്ങൾ, അല്ലെങ്കിൽ ആദില എന്തുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ ചെയ്യുന്നത്? ഒപ്പം തന്നെ ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ അനുമോൾക്ക് ലഭിക്കാതെ പോയ ഒരു ലവ് കോംബോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അനുമോളുടെ പ്രിയ സുഹൃത്ത് സന്തത സഹചാരി നേരത്തെ ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അത്തരത്തിലൊരു പഹയൻ ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആര്യൻ എന്ന് പറയുന്ന പഹയനുണ്ടായ ആ വലിയൊരു ദുരവസ്ഥ, അതും കൂടി നമ്മൾ എല്ലാവരും അറിയണം. ഈ ഒരു അവസ്ഥ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനും ഉണ്ടായിട്ടില്ല. ഇനിവേ ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ആദിലയിലേക്ക് പോവാം. അനുപാതമായി നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കല്, ഇയാള് പോവാൻ നോക്ക്. ഞാൻ കഴിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? അതായത് വളരെ സഭ്യമായി ജോലി ചെയ്യാൻ പറഞ്ഞ അനീഷിന്റെ മുമ്പിൽ ഒരു കടുത്ത അപരാധിയായി ആദില മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷെ ഇതുപോലെ സൈക്കോളായി മാറുന്ന മത്സരാർത്ഥികൾ വളരെ കുറവാണ്, ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വളരെ സൈക്കോ ആയിട്ട് നിയന്ത്രണം വിട്ട് ഒരു സമ്പൂർണ്ണ അപരാധിയായി മാറുന്ന ആദിലയാണ് കാണാൻ സാധിക്കുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആരോടെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? അതെ, അത് മറ്റാരുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ആരും അത്ര ഗവനിച്ചില്ല. അതേ ഗെയിം ചേഞ്ചർ, സീസൺ 4ലെ ഗെയിം ചേഞ്ചർ കളിച്ച അതേ ഒരു സ്ട്രാറ്റജിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം LGTVയുടെ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം ആരും കാണിക്കാത്ത അപരാധങ്ങൾ കാണിച്ചുകൊണ്ട് സഹ മത്സരാർത്ഥിയെ പുറത്താക്കാൻ ശ്രമിക്കുക. ഇവിടെ കൈ കഴുകിയ വെള്ളം, പാത്രം കഴുകിയ വെള്ളം തെറിപ്പിക്കുക, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ എടുത്തു കളയുക, മാക്സിമം പ്രൊവോക്ക് ചെയ്യാതെ അനീഷിനെ പുറത്താക്കാൻ യാതൊരു രക്ഷയുമില്ലെന്നുള്ളൊരു ബോധ്യം ഇവർക്ക് ഉണ്ടായിരിക്കുന്നു. ആ ഒരു ബോധ്യം നൽകിക്കൊടുത്തത് നമ്മുടെ ഗെയിം ചേഞ്ചറാണ്. ഗെയിം ചേഞ്ചർ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നമ്മുടെ ആദിലയെ ധരിപ്പിച്ചിരിക്കുന്നു. ഗെയിം ചേഞ്ചർ കളിച്ച അതേ ഒരു പാർട്ടിയാണ് സീസൺ 4ൽ നമുക്കറിയാം. സഹ മത്സരാർത്ഥിയുടെ കപ്പ് പൊട്ടിക്കുക, ജെട്ടി വെട്ടിക്കീറി കളയുക, ഇത്തരം കലാപരിപാടികൾ ചെയ്യുന്ന ഈ LGTVയുടെ ഒരു പ്രധാന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ LGTVയുടെ ഒരു പൂർണ്ണ വക്താവായി നമ്മുടെ ഗെയിം ചേഞ്ചർ വരികയും ഗെയിം ചേഞ്ചർ ചില സ്ട്രാറ്റജികൾ അതിലേക്ക് പറഞ്ഞു കൊടുക്കുകയും അത് കറക്റ്റായിട്ട് നടപ്പിലാക്കും. അതായത് ഇപ്പൊ ഏറ്റവും ജനപ്രീതി നിൽക്കുന്ന അനീഷിനെ അങ്ങേയറ്റം പ്രൊവോക്ക് ചെയ്ത് ഏറ്റവും ഒടുവിൽ നിവൃത്തിയില്ലാതെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെറിയ കാര്യം മതി. ആ ചെറിയ കാര്യം പ്രത്യേകിച്ച് ചെയ്യുന്ന ആരോടാണ്? LGTVയിലെ അംഗങ്ങളോടാണ്. അവരത് പോയി പരാതിയായിട്ട് പറയുക. LGTVയുടെ അംഗങ്ങളായതുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് പോവുക, അനീഷിനെ പുറത്താക്കുക. അതിനുശേഷം ആദിലയ്ക്ക് ഗെയിം ചേഞ്ചർ അവാർഡ് നൽകുന്നു. ഒരുപക്ഷെ സീസൺ 4നെ അല്ലെങ്കിൽ സീസൺ 2നെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളിലൂടെയാണ് പോക്ക്. അതുപോലെ തന്നെ അനുകരിക്കാനാണ് ആക്ച്വലി ആദില ശ്രമിക്കുന്നത്. അതായത് സ്ക്രിപ്റ്റ് പോലെ തോന്നുവാണ്. ആ സ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗെയിം ചേഞ്ചറാണ്. കറക്റ്റാണ് നടപ്പിലാക്കാൻ ആദില ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ആദില ഗെയിം ചേഞ്ചർ റിയാസ് സലീം വരുന്നതിന് മുമ്പ് ആദില ഈ രീതിയല്ലായിരുന്നു, പൂമ്പാറ്റയായി മാറുമായിരുന്നു. കുറച്ച് കുത്തിത്തിരിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗെയിം ചേഞ്ചർ വന്നതിന് ശേഷമാണ് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്നാൽ ഇത്രയും അധികം സീസണിൽ കണ്ട പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കും ലാലേട്ടനും ഇതൊക്കെ വളരെ കാണാപ്പാടമാണ്. അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 100ൽ 101% അതിലെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ പോലും ഈ ആഴ്ച എയറിൽ കയറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലെ പുറത്താക്കിയാൽ പോലും യാതൊരു തെറ്റുമില്ല. എന്നാൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. LGTVക്കാരോട് പ്രത്യേക ഒരു മമത ബിഗ് ബോസിനും അതുപോലെ തന്നെ ലാലേട്ടനും. അദ്ദേഹത്തിന് തീരുമാനമല്ല, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ LGTVക്കെതിരെ ഒരു കടുത്തൊരു ആക്ഷൻ അല്ലെങ്കിൽ കടുത്ത രീതിയിൽ വിമർശിക്കാനുള്ള ചാൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തഴുകി തലോടി വിടുന്ന ഒരു കാഴ്ചയാവും ഒരുപക്ഷെ കാണാൻ സാധിക്കുക.
ഇനി അടുത്ത അപ്ഡേറ്റ് അനുമോളിലേക്ക് പോവുകയാണെങ്കിൽ അനുമോളുടെ സന്തത സഹചാരിയും സുഹൃത്തുമായ ജീവൻ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കയറും. ഇതിനോടകം തന്നെ ഒരു പക്ഷേ കയറിയിരിക്കാം. ജീവനും ജീവന്റെ സുഹൃത്തായ ഒരു പെൺകുട്ടിയും വരുന്നതെന്നാണ് പറയുന്നത്. ഇവര് മത്സരിക്കാനല്ല വരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് വലിയൊരു പിഴവാണ്. ഈ സീസണിൽ നമുക്കറിയാം അനുമോൾക്കൊരു ലവ് കോംബോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിൽ ശോഭിക്കാൻ ചാൻസ് ഉള്ള ഒരു അവസരമായിരുന്നു. അനുമോൾക്ക് ഒരു ലവ് കോംബോ കിട്ടിയില്ല. ആര്യനോട് ഒരു താല്പര്യം അനുമോൾക്ക് ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ ആര്യന് താല്പര്യം കുറച്ച് പ്രായമുള്ള ഒരു പഹയത്തിയോടായിരുന്നു. അങ്ങനെ ആര്യൻ ജിസേലിന്റെ അടുത്തേക്ക് പോകുന്നു. അനുമോളെ മൈൻഡ് ചെയ്യുന്നില്ല. അനുമോൾക്ക് ഒരു കോംബോ കിട്ടുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു പഹയൻ വന്നു, പ്രവീൺ എന്ന് പറയുന്ന ഒരു കോംബോ. അതൊന്ന് പച്ചവടിച്ച് വന്നപ്പോഴത്തേന് ആ പഹയനെ എടുത്ത് പുറത്താക്കി. അതുകൊണ്ട് തന്നെ അനുമോൾക്കൊരു കോംബോ കൂടെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ആസ്വദിക്കാനുള്ള വക അത് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലായിരുന്നു. എന്നാൽ ഏറെ ദൗർഭാഗ്യകരം ഈ ജീവൻ വരുന്നത് എന്തോ പരിപാടിയുടെ പ്രൊമോഷൻ ആണെന്നാണ് കേൾക്കുന്നത്. 100% ഉറപ്പില്ല. ജീവൻ എന്ന് പറയുന്ന ഈ പകയൻ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ക്ലിപ്പ് വെക്കാം. കെട്ടുന്നവന്റെ കാര്യം അതോ 24 മണിക്കൂർ അതാ പറയുന്നത്. ഈ വരുന്ന നവംബർ 24, 25 ദിവസങ്ങളിലാണ് അനുമോളുടെയും ജീവന്റെയും കല്യാണം. പ്രേമിക്കാൻ പറ്റിയ പെണ്ണൊക്കെ ആണല്ലേ എന്ന് പറഞ്ഞ. അപ്പൊ അതാണ് അനുമോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്. ഇനി ആര്യൻ ഖദോരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുപോലൊരു അബദ്ധം പിണഞ്ഞ ഒരു പകയൻ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമാണ്. നമുക്കറിയാം ആര്യനും ജിസേലും തമ്മിലുള്ള ഒരു കോംബോ മാത്രമാണ് ഈ സീസണിൽ ഒരു ചെറുതെങ്കിലും ഒരു ലവ് കോംബോ ഉണ്ടായത്. എന്നാൽ ഈ ഒരു കോംബോയിലൂടെ വലിയൊരു ഇരുട്ടടിയാണ് ആര്യൻ എന്ന് പറയുന്ന ഈ കള്ള ഹിമാറിന് കിട്ടിയിരിക്കുന്നത്. അത്തരം ചില വാർത്തകളാണ് ജിസേലിനെ കുറിച്ച് കേൾക്കുന്നത്. എന്താണത്? മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഗിസേൽ നമ്മുടെ ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരമായ യുവരാജ് സിംഗിന്റെ കാമുകയായിരുന്നു എന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം? ഒരു കാലത്ത് ബോളിവുഡിൽ ഫാഷൻ മേഖലയിലും മോഡൽ മേഖലയിലും ശോഭിച്ചിരുന്ന ഗിസേൽ അവിടെ വെച്ച് യുവരാജിനെ പരിചയപ്പെടുകയും ദീർഘകാലം ഇവർ ഇരുവരും കാമുകന്മാരായി ജീവിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഗിസേലിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഗിസേലിന്റെ ബിഗ് ബോസ് പ്രകടനത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. ജിസേലിനെ പറ്റി നല്ല അഭിപ്രായമാണല്ലേ. പ്രകടനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട്. ഇതൊന്നും അല്ല കുടുംബ പ്രേക്ഷകർ ആഗ്രഹിച്ചത്. ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ കയറി കിടന്ന് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രകടനത്തെ പറ്റി ഇപ്പം വിലയിരുത്താറായിട്ടില്ല. കുറച്ചുകൂടെ സമയം തരുന്നു. ഇതെല്ലാം ആലോചിച്ച് നോക്ക്. 2013 യുവരാജ് സിംഗിന്റെ കാമുകിയായതിനു ശേഷം 2025 ആര്യൻ ഖദോരിയുടെ 21 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ കാമുകിയാവാൻ ശ്രമിക്കുന്നു. ഗിസേൽ എന്ന് പറയുന്ന ഈ കള്ള ഹിമാര ചില്ലറക്കാരിയല്ലേ, ഇതിന് പ്രായമാവത്തില്ലേ? അതുകൊണ്ടായിരിക്കും മേക്കപ്പ് ഇങ്ങനെ അടിച്ച് പെരുക്കുന്നല്ലേ. പ്രായം അറിയാതിരിക്കാനായിരിക്കും. 10-55 വയസ്സുണ്ടെന്നാണ് തോന്നുന്നത്. ഓളുടെ പരിപാടി ഇത് തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഓരോ ബിഗ് ബോസിലും പോയി ഇങ്ങനെ ലവ് സ്ട്രാറ്റജി ഉണ്ടാക്കുക, പുതിയ പുതിയ ചെക്കന്മാരോട് കൂടി അവരോട് കോംബോ ആവുക. ഇന്നലെ ആര്യനും ജിസേലും മറ്റുള്ള ഒരു ചെറിയൊരു സീൻ വെക്കാം. അത് കാണുമ്പോൾ തന്നെ ഈ ആര്യൻ എന്ന് പറയുന്ന ഈ ഒരു പകയന്റെ കേപ്പബിലിറ്റി എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. വരട്ടെ. എന്തോ പറയുന്ന പറ കേക്കട്ടെ. അതിനകത്ത് അണ്ടി കാണത്തില്ലേ, നമ്മൾ ചപ്പത്തില്ലേ, ലാസ്റ്റ് കഴിച്ചിട്ട് നമ്മള് അണ്ടി കഴിക്കത്തില്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക. മാങ്ങാണ്ടി പോലും തിരിച്ചറിയാത്ത ഒരു പകയൻ. ഈ ഒരു പകയൻ ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ കയറി കിടന്ന് എന്ത് ചെയ്യാനാണ്? ഈ ഒരു പകയനെ പ്രതീക്ഷ അർപ്പിച്ചാണ് ഒരു ലവ് കോംബോ ബിഗ് ബോസ് കൊണ്ടുവന്നത്. ഓനെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല. ഓനൊന്നും അറിയാത്തൊരു ഗിസേലിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനിവേ ഇതുപോലൊരു അവസ്ഥ ഒരു കള്ള ഹിമാറിനും ഉണ്ടാവല്. ഓന്റെ ഉമ്മുമ്മയുടെ കൂടെ പഠിച്ചാണോ ഗിസേലിന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിവേ ഇത്തരം അപ്ഡേറ്റുകളാണ് ബിഗ് ബോസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ആദിലയുടെ ഈ ഒരു പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അനീഷിനെ ആദിലേക്ക് പുറത്താക്കാൻ സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.